ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബട്ടറിൻ്റെ ഡിഫക്ട്സ് നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ MCQ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് MCQസിലോട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ MCQവിനകത്ത് നമ്മൾ ക്രീം, അതുപോലെ തന്നെ മലായി, പിന്നെ നമ്മൾ ബട്ടർ, അതുപോലെ തന്നെ ഗീ, ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കിൻ്റെ MCQs ആണ് നോക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ബട്ടറിൻ്റെ ഡിഫക്ട്സ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒന്ന് ക്രംബ്ലി ടെക്സ്ചർ. ഒരു ക്രംബ്ലി ടെക്സ്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അണ്ടർ വർക്കിംഗ് ഓഫ് ബട്ടർ. നമ്മൾ പറയാറില്ലേ, ബട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അണ്ടർ വർക്കിങ്ങും ആവാൻ പാടില്ല, ഓവറായിട്ടുള്ള വർക്കിങ്ങും ആവാൻ പാടില്ല. അണ്ടർ വർക്കിംഗ് ആണെങ്കിൽ അതിങ്ങനെ ക്രംബിൾസ് പോലെ ഉണ്ടാവും. അതിനാണ് നമ്മൾ അണ്ടർ വർക്കിംഗ് ഓഫ് ബട്ടറിനെയാണ് നമ്മൾ ക്രംബ്ലി ടെക്സ്ചർ എന്ന് പറയാം. ഇനി അണ്ടർ വർക്കിങ്ങിന് പകരം ഓവർ വർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീസി ടെക്സ്ചർ ആയിരിക്കും. ഓക്കെ, നല്ലോണം വർക്ക് ചെയ്ത് പോയാൽ അതൊരു ഗ്രീസി ആയിട്ട് മാറും. ഇനി അണ്ടർ ആണെങ്കിൽ അത് ക്രംബ്ലി ടെക്സ്ചർ ആയിരിക്കും. ഓവർ വർക്ക് ആണെങ്കിൽ അത് ഗ്രീസി ആയിരിക്കും. ഇനി ഓവർ ചേണിങ് ചെയ്തിട്ടല്ലേ നമ്മുടെ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നിച്ച് കൂട്ടുന്നുള്ളത്. അപ്പോൾ ഈ ചേണിങ് ഓവറായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ലീക്കി ബോഡി ആയിരിക്കും. ഇതാണ് മെയിനായിട്ട് വരുന്നുള്ള ഡിഫക്ട്സ്. പിന്നെ നമ്മുടെ മിൽക്കിനകത്ത് വരുന്നുള്ള ഡിഫക്ട്സ് നമുക്കത്, അതായത് ഇപ്പോൾ റാൻസിഡ് കണ്ടീഷൻ, അതെന്തുകൊണ്ടാണ്? ഫാറ്റിൻ്റെ ഓക്സിഡേഷൻ കൊണ്ടാണ്. റോപ്പിനെസ്, അതെന്തുകൊണ്ടാണ്? സൈക്ലോട്രോപ്സിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ്. അങ്ങനെ ആ മിൽക്കിനകത്ത് വരുന്നുള്ളതും ഇവിടത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രംബ്ലി ബോഡി എന്തുകൊണ്ടാണ്? അണ്ടർ വർക്കിംഗ്. ഗ്രീസി ബോഡി എന്തുകൊണ്ടാണ്? ഓവർ വർക്കിംഗ്. പിന്നെ ലീക്കി ബോഡി എന്നുള്ളത് ഓവർ ചേണിങ് ആണ്. ഇത്രയാണ് മെയിനായിട്ടുള്ള ഡിഫക്ട്സ്. പിന്നെ കുറച്ച് ഡിസ്കളറേഷൻ വരാറുണ്ട്. അതായത് ഇതിനകത്ത് മെയിനായിട്ട് ബാക്ടീരിയനേക്കാളും മോൾഡും ഈസ്റ്റും ആണ് കേട്ടോ ഉള്ളത്. കൂടുതലായിട്ടുള്ളത് മോൾഡും ഈസ്റ്റും ആണ്. അപ്പോൾ ഒരു ബ്ലാക്ക് കളറാണെങ്കിൽ ക്ലാഡോസ്പോറിയം, ബ്ലാക്ക് ആണെങ്കിൽ ക്ലാഡോസ്പോറിയം, ആസ്പെർജില്ലസ്, കുറച്ച് പേരുണ്ട് കേട്ടോ, ആസ്പെർജില്ലസ്, ആൾട്ടർനേരിയ, ഇതൊക്കെ മോൾഡ്സ് ആണ് കേട്ടോ, ആൾട്ടർനേരിയ, മ്യൂക്കർ, റൈസോപ്പസ്, അതുപോലെ തന്നെ ഹാർമോഡെൻഡ്രം, സ്റ്റാംഫൈലിയം. ഇത്രയും ആൾക്കാരാണ് ബ്ലാക്ക് കളറേഷൻ കോസ് ചെയ്യുന്നത്. ക്ലാഡോസ്പോറിയം, ആസ്പെർജില്ലസ്, ആൾട്ടർനേരിയ, റൈസോപ്പസ്, മ്യൂക്കർ, പിന്നെ ഹാർമോഡെൻഡ്രം, സ്റ്റാംഫൈലിയം. ഓക്കെ, സ്റ്റാംഫൈലിയം, ഹാർമോഡെൻഡ്രം, ഇത്ര ആൾക്കാരാണ്. ക്ലാഡോസ്പോറിയം, ആസ്പെർജില്ലസ്, ആൾട്ടർനേരിയ, മ്യൂക്കർ, റൈസോപ്പസ്, സ്റ്റാംഫൈലിയം, ഹാർമോഡെൻഡ്രം, ഇത്ര ആൾക്കാരാണ് ബ്ലാക്ക് കളർ കോസ് ചെയ്യുന്നത്. ഇനി ഒരു ബ്രൗൺ കളറിലും ഈ ആസ്പെർജില്ലസ് വരും കേട്ടോ. ബ്രൗൺ കളറിലും ആര് വരുന്നുണ്ട്? ആസ്പെർജില്ലസ് വരുന്നുണ്ട്. പിന്നെ ഒരു മഡി ബ്രൗൺ ആണെങ്കിൽ ഫോമ സ്പീഷീസ് ആണ്. ആരാണ്? ഫോമിലാണെങ്കിൽ മഡി ബ്രൗൺ ആയിരിക്കും. ആസ്പെർജില്ലസ് ബ്രൗണിലും വരുന്നുണ്ട്, ദാ ഇവിടെയുണ്ട് ആസ്പെർജില്ലസ് വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ക്ലാഡോസ്പോറിയം, ആസ്പെർജില്ലസ്, ആൾട്ടർനേരിയ, മ്യൂക്കസ്, റൈസോപ്പസ്, പിന്നെ സ്റ്റാംഫൈലിയം, ഹാർമോഡെൻഡ്രം. ബ്രൗൺ ആണെങ്കിൽ മെയിനായിട്ട് ഫോമയും അതുപോലെ തന്നെ ആസ്പെർജില്ലസും ആണ്. അതിനകത്ത് ഫോമ ഒരു മഡി ബ്രൗൺ ആണ്. ഇനി ഗ്രീൻ ആൻഡ് ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ ഇവിടെയും വീണ്ടും ആര് വരുന്നുണ്ട്? ആസ്പെർജില്ലസും അതുപോലെ തന്നെ പെനിസിലിയവും. ആസ്പെർജില്ലസും പെനിസിലിയും ആണ് ഒരു ബ്ലൂ ഗ്രീനൊക്കെ കോസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ബ്രൗൺ ആണെങ്കിൽ ആസ്പെർജില്ലസും ഫോമയും ആണ്. ആ ഫോമയിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു മഡി ബ്രൗൺ കളറാണ്. ഗ്രീൻ ആൻഡ് ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ ആസ്പെർജില്ലസും ആരാണ്? പെനിസിലിയോ ആണ്. ഇനി ഇതല്ല ഓറഞ്ച് ആൻഡ് യെല്ലോ ആണെങ്കിലോ? ജിയോട്രിക്കം കാൻഡിഡം. ഓക്കെ, ജിയോട്രിക്കം കാൻഡിഡം ആണ് ഓറഞ്ച് ആൻഡ് യെല്ലോ കോസ് ചെയ്യുന്നത്. ജിയോട്രിക്കം കാൻഡിഡം, ഓറഞ്ച്, യെല്ലോ. ഇനി റെഡിഷ് പിങ്ക് ആണെങ്കിലോ? ഫ്യുസാരിയം. ഓക്കെ, ഫ്യുസാരിയം. അപ്പോൾ ഇത്രയും മോൾഡിൻ്റെ പേര് പഠിക്കണം. ഇനി ഈസ്റ്റ് കൂടി ഉണ്ട്. അതിന് മുന്നേ ഇതൊന്നും കൂടെ പറഞ്ഞേ. ബ്ലാക്ക് ആണെങ്കിൽ ക്ലാഡോസ്പോറിയം, ആസ്പെർജില്ലസ്, ആൾട്ടർനേരിയ, മ്യൂക്കർ, റൈസോപ്പസ്, സ്റ്റാംഫൈലിയം. ബ്രൗൺ ആണെങ്കിൽ ആസ്പെർജില്ലസും ഫോമ സ്പീഷീസും ആണ്. ഇനി ഗ്രീനും ബ്ലൂ ഗ്രീനും ആണെങ്കിൽ ആസ്പെർജില്ലസും പെനിസിലിയും ആണ് വരുന്നത്. ഓറഞ്ച് യെല്ലോ ആകുമ്പോൾ ജിയോട്രിക്കം കാൻഡിഡം, പിന്നെ ഫിസേരി ആണെങ്കിൽ ഒരു റെഡിഷ് പിങ്ക് ആണ്. ഇത്രയാണ് മോൾഡ്. ഇനി ഈസ്റ്റിൻ്റെ കേസിൽ ഈ ബ്ലാക്ക് കോസ് ചെയ്യുന്നുള്ള ഈസ്റ്റ് ആണ് ടോറുല സ്പീഷീസ്. ഓക്കെ, അതേതാണ്? ബ്ലാക്ക് കളർ. ഇനി പിങ്ക് ആണെങ്കിൽ റോഡോടോറുല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ബട്ടറിൻ്റെ ഡിഫക്ട്സ്.
ഓക്കെയാണ്. പിന്നെ നമ്മുടെ മിൽക്കിനകത്ത് വരുന്നുള്ള ഡിസ്കളറേഷൻസും നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. മിൽക്കിനകത്തുള്ള ഡിസ്കളറേഷൻസ് ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ വിട്ടതാണ്. നമുക്കിപ്പോൾ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഓർഗാനിസത്തിൻ്റെ പേരൊന്ന് പഠിച്ചു വെക്കണേ. ഇനി MCQസിലോട്ട് പോവാം. ക്രീം ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം മിൽക്ക് ബൈ. ക്രീം എങ്ങനെയാണ് കിട്ടുന്നത്? ഹീറ്റിംഗ്, ചേർണിങ്, സ്കിമ്മിങ് ഓർ സെൻട്രിഫ്യൂഗേഷൻ, ഫ്രീസിങ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് സ്കിമ്മിങ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ക്രീം ഈസ് പ്രൈമർലി കമ്പോസ്ഡ് ഓഫ്. ക്രീമിനകത്ത് മെയിനായിട്ട് എന്താ ഉള്ളത്? പ്രോട്ടീൻസ് ആണോ, മിൽക്ക് ഫാറ്റ് ആണോ, കാർബോഹൈഡ്രേറ്റ്സ് ആണോ, മിനറൽസ് ആണോ? മിൽക്ക് ഫാറ്റ്സ് ആണ് മെയിനായിട്ട് അതിനകത്തുള്ളത് അല്ലേ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു FSSI, ക്രീം വിത്ത് 25% മിൽക്ക് ഫാറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈ ഫാറ്റ് ക്രീം ഉണ്ട്, ലോ ഫാറ്റ് ഉണ്ട്, മീഡിയം ഫാറ്റ് ഉണ്ട്. അപ്പോൾ 10 to 40 വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്? ലോ ഫാറ്റ് ക്രീം എന്ന് പറയും. ഇനി അതല്ല 10 to 40, മിനിമം 10 to മാക്സിമം 40 ആണെങ്കിൽ അത് ലോ ഫാറ്റ് ആണ്. 40 to 60 ആണെങ്കിൽ അത് മീഡിയം ആണ്. ഇനി 60 above ആണെങ്കിൽ അത് ഹൈ ഫാറ്റ് ആണ്. ഇവിടെ 25% ആണ്. അപ്പോൾ അത് 10 to 40 റേഞ്ചിലാണ് വരിക. അപ്പോൾ ലോ ഫാറ്റ് ക്രീമാണ് ആൻസർ. വിച്ച് ക്രീം ടൈപ്പ് ഹാസ് മോർ ദാൻ 55% ഫാറ്റ് കണ്ടൻറ്റ്? അപ്പോൾ 10 to 40, 40 to 60. അപ്പോൾ 55%-ന് മേലെ എന്ന് പറയുമ്പോൾ മിക്കവാറും അത് ഹൈ ഫാറ്റ് ക്രീം ആയിരിക്കും. ഓക്കെ, ഹൈ ഫാറ്റ് ക്രീം ആയിരിക്കും. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് ബട്ടർ. ബട്ടർ ഷുഡ് ഹാവ് മിനിമം മിൽക്ക് ഫാറ്റ് കണ്ടൻറ്റ് ഓഫ്. എത്രയാണ് ബട്ടറിന് വേണ്ടത്? മിനിമം 80% ആണ്. 6C ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ പാരാമീറ്റേഴ്സിനകത്ത് 80% നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സാൾട്ടഡ് ബട്ടർ ടിപ്പിക്കലി കണ്ടെയ്ൻസ് ആഡഡ്, അതായത് സാൾട്ടഡ് ബട്ടറും നമ്മൾ വൈറ്റ് ബട്ടറും ടേബിൾ ബട്ടർ എന്ന് പറയുന്നില്ലേ, അതിനകത്ത് ടേബിൾ ബട്ടറാണ് സാൾട്ടഡ് ബട്ടറിനകത്ത്. അതിനകത്ത് മെയിനായിട്ട് എന്താ ആഡ് ചെയ്തിരിക്കുന്നത്? സോൾട്ട് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ്. നെക്സ്റ്റ്, ഗീ ഈസ് പ്രൈമർലി മാനുഫാക്ചർഡ് ബൈ. എങ്ങനെയാണ് ഗീ മാനുഫാക്ചർ ചെയ്യുന്നുള്ളത്? ബട്ടറിനെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഗീ മാനുഫാക്ചർ ചെയ്യുന്നുള്ളത്. ദ ഫൈനൽ സ്റ്റേജ് ഇൻ ദ ഗീ പ്രൊഡക്ഷൻ ഇൻവോൾവ്സ്. അപ്പോൾ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ്, പാസ്ചറൈസേഷൻ, പിന്നെ ഫ്രീസിങ്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ആണ്. ഫൈനൽ സ്റ്റേജിനകത്ത് വരുന്നുള്ളത് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ആണ്. നമ്മൾ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 114 to 116 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, ±2 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? ഗീ ബോയിലിംഗ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് വരിക ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ആണ്. നെക്സ്റ്റ്, ക്രീം ഈസ് ബെസ്റ്റ് പാക്കേജ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് മെയ്ഡ് ഓഫ്. നമുക്കറിയാം ക്രീമിനെ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് അലൂമിനിയം, ഗ്ലാസ് ഓർ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്, കോപ്പർ, സ്റ്റീൽ. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ക്രീമിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. കോപ്പറിലും സ്റ്റീലിലും അലൂമിനിയത്തിലൊന്നും നമ്മളത് പാക്ക് ചെയ്യാറില്ല. ഗീ ഈസ് ഓഫൺ പാക്കേജ്ഡ് ഇൻ. ഗീ എവിടെയൊക്കെയാണ്? മെറ്റൽ ടിൻസിൽ പാക്ക് ചെയ്യാറുണ്ട്, പ്ലാസ്റ്റിക് പൗച്ചസിൽ അല്ലെ, HDPE പോലുള്ള ക്യാൻസിൽ പ്ലാസ്റ്റിക് അല്ല LDPE പോലുള്ള പ്ലാസ്റ്റിക് പൗച്ചസിൽ പാക്ക് ചെയ്യാറുണ്ട്, ഗ്ലാസ് ജാർസിലും പാക്ക് ചെയ്യാറുണ്ട്. ഇതിലൊക്കെ ഗീ പാക്ക് ചെയ്യാറുണ്ട്. ഓൾ ഓഫ് ദി എബവ് ആണ്. സ്റ്റോറേജ് ഓഫ് ബട്ടർ. ബട്ടർ ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. ബട്ടർ എവിടെയാണ്? ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ആണോ, -18 ഡിഗ്രി സെൽഷ്യസ് ആണോ, 10 ഡിഗ്രി സെൽഷ്യസ് ആണ്? റൂം ടെമ്പറേച്ചർ അല്ല നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ -18 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിട്ടാണ്, ചില്ലിങ് ടെമ്പറേച്ചറിലാണ് നമ്മൾ ബട്ടർ കീപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ മെൽറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് പറയാൻ പറ്റില്ല, റൂം ടെമ്പറേച്ചർ പറയാൻ പറ്റില്ല. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് -18 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് വരിക. എക്സ്പോഷർ ടു ലൈറ്റ് ക്യാൻ കോസ് ബട്ടർ ടു ഡെവലപ്പ് എന്താണ്? ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ആണ് അല്ലെ. ലൈറ്റ് ഉണ്ടെങ്കിൽ, ലൈറ്റിൻ്റെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ സോർനെസ് ആണോ, ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ആണോ, ഫെർമെൻറ്റേഷൻ ആണോ, ക്രിസ്റ്റൽ ഫോർമേഷൻ ആണോ? നമ്മൾ എന്താ പഠിച്ചത്? ഓക്സിഡേഷനാണ് പഠിച്ചത്, അല്ലെങ്കിൽ റാൻസിഡ് കണ്ടീഷൻ വരും അല്ലേ. അപ്പോൾ B ആണ്. ഡിഫക്ട്സ് ഓഫ് മലായ്. എ കോമൺ ഡിഫക്റ്റ് ഇൻ മലായ് ഡ്യൂ ടു ഇംപ്രോപ്പർ സ്റ്റോറേജ് ഈസ്. ഇംപ്രോപ്പറായിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? അവിടുത്തെ ഫാറ്റിൻ്റെ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ റാൻസിഡിറ്റിയാണ് കോസ് ചെയ്യാനുള്ള സാധ്യത. ഓഫ് ഫ്ലേവേഴ്സ് ഇൻ മലായ് ക്യാൻ ബി കോസ്ഡ് ബൈ. ഓഫ് ഫ്ലേവേഴ്സ് എന്തുകൊണ്ടായിരിക്കും? ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അവിടെ ഓഫ് ഫ്ലേവേഴ്സ് വരാനുള്ള സാധ്യത അല്ലേ. ഡെഫിനിഷൻ ഓഫ് ഗീ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡെഫിനിഷൻ, FSSI തന്നിരിക്കുന്ന ഡെഫിനിഷൻ നമ്മൾ കറക്റ്റ് പഠിച്ചിരിക്കണം. സോ അക്കോർഡിംഗ് ടു FSSI, ഗീ ഈസ് ഡിഫൈൻഡ് ആസ് മിൽക്ക് ഫാറ്റ് ഡിറൈവ്ഡ് ബൈ ക്ലാരിഫിക്കേഷൻ ഓഫ് ബട്ടർ ഓർ ക്രീം. അത് പറയാം. സ്കിംഡ് മിൽക്ക് പ്രൊഡക്റ്റ് അല്ല, ക്രീം വിത്ത് ആഡഡ് ഫ്ലേവേഴ്സ് അല്ല, ഫെർമെൻറ്റഡ് മിൽക്ക് ഫാറ്റും അല്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻ A ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ ആയതുകൊണ്ടാണ് PSC തരുമ്പോൾ അവിടെ സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തരില്ല. ഓക്കെ, അത് കറക്റ്റായിരുന്നു പഠിക്കണേ.
ഗീ ഷുഡ് കണ്ടെയ്ൻ എ മിനിമം ഫാറ്റ് കണ്ടൻറ്റ് ഓഫ്. ഗീനകത്ത് നമ്മൾ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്, 99.5% ഫാറ്റും പിന്നെ 0.5% മോയ്സ്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ 99% ആണ് കറക്റ്റ് വരിക. നെക്സ്റ്റ് നോക്കിയേ, ബട്ടർ ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ. ബട്ടർ വാട്ടർ കണ്ടൻറ്റിൻ്റെ ബേസിസിലും സോൾട്ട് കണ്ടൻറ്റിൻ്റെ ബേസിസിലും മിൽക്ക് ഫാറ്റ് കണ്ടൻറ്റിൻ്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ടും അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇല്ലേ. ഇൻഡിജിനിയസ് ബട്ടറും അതുപോലെ തന്നെ നമ്മൾ പാസ്ചറൈസ്ഡ് ബട്ടർ, അങ്ങനെ എന്തായിരുന്നു അത്, സ്വീറ്റൻഡ് ബട്ടറോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരും കേട്ടോ. നെക്സ്റ്റ്, അൺസാൾട്ടഡ് ബട്ടർ ഈസ് കോമൺലി റെഫേർഡ് ടു ആസ്. ഇപ്പോൾ നമ്മൾ അഡീഷൻ ഓഫ് സാൾട്ട് വെച്ചിട്ട് നമുക്ക് അൺസാൾട്ടഡും സാൾട്ടഡും ഉണ്ട്. അപ്പോൾ അവിടെ അൺസാൾട്ടഡിനെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുന്നുണ്ടായിരുന്നത്, ലോ ഫാറ്റ് ബട്ടർ അല്ല, കൾച്ചേർഡ് ബട്ടർ അല്ല, സ്വീറ്റ് ക്രീം ബട്ടർ, ക്ലാരിഫൈഡ് ബട്ടർ. അപ്പോൾ ഏതാ വരിക, ഓപ്ഷൻ എ ആണോ ബി ആണോ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ക്ലാരിഫൈഡ് ബട്ടർ എന്ന് വെച്ചാൽ അത് ഗീ ആണ്. ഓപ്ഷൻ ബി സ്വീറ്റ് ക്രീം ബട്ടറാണ് അൺസാൾട്ടഡ് ബട്ടർ, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ബട്ടർ എന്ന് കൂടി അറിയപ്പെടും. മലായി ഈസ് റിച്ച് ഇൻ. മലായിനകത്ത് എന്താ ഉള്ളത്, മിൽക്ക് ഫാറ്റ് അല്ലേ, അതിനകത്ത് ഡൗട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. നെക്സ്റ്റ്, മലായി ജനറലി കണ്ടെയ്ൻസ് എ മിനിമം ഫാറ്റ് കണ്ടൻറ്റ് ഓഫ്. അതിനകത്ത് എത്രയാണ് വരിക, 40% ആണ്. മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്, 40% ആണ് മിനിമം ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവുക മലായിനകത്ത്. പിന്നെ ഔട്ട്ലൈൻ മാനുഫാക്ചർ ഓഫ് ക്രീം. ക്രീം ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം മിൽക്ക് ബൈ സെപ്പറേറ്റിംഗ്. എന്താണ് നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്, ഫാറ്റ് ഗ്ലോബ്യൂൾസിനെയാണ് നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുള്ളത്. ദ കോമൺ മെത്തേഡ് ഫോർ ക്രീം സെപ്പറേഷൻ ഇൻ മോഡേൺ ഡയറി പ്ലാന്റ്സ് ഈസ്. അപ്പോൾ കോമൺ സെപ്പറേഷൻ എന്താണ്, പാസ്ചറൈസേഷൻ, ഫെർമെൻറ്റേഷൻ, ബോയിലിംഗ്, സെൻട്രിഫിക്കേഷൻ. അതിനകത്ത് ഏതായിരിക്കും, പാസ്ചറൈസേഷൻ ഒരിക്കലും വരില്ല, ഫെർമെൻറ്റേഷൻ വരില്ല, ബോയിലിംഗ് വരില്ല, സെൻട്രിഫിക്കേഷൻ ആണ്. പിന്നെ പാക്കേജിങ്. ഗീ ഈസ് പാക്കേജ് ഇൻ ഓക്സിജൻ ഇംപെർമിയബിൾ കണ്ടെയ്നേഴ്സ് ടു പ്രിവെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഓക്സിജൻ ഇംപെർമിയബിൾ കണ്ടെയ്നേഴ്സിൽ നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളത്, ഓക്സിഡേഷൻ ഇല്ലാണ്ടിരിക്കാൻ, അല്ല റാൻസിഡ് കണ്ടീഷൻ വരാണ്ടിരിക്കാൻ. ഗീ ഈസ് പാക്കേജ്ഡ് ഇൻ ടിൻ ക്യാൻസ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് ടിൻ ക്യാൻസിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നുള്ളത്, അവിടെ കോസ്റ്റ് എഫിഷ്യൻസി ആണോ, ടിൻ ക്യാൻസിനെക്കാളും നമുക്ക് പ്ലാസ്റ്റിക് കോസ്റ്റ് എഫിഷ്യൻസി വെച്ച് നോക്കിയാൽ കിട്ടും. കൺവീനിയൻസ്, ഈസി ട്രാൻസ്പോർട്ടേഷൻ, ലോങ് ഷെൽഫ് ലൈഫ്. ലോങ് ഷെൽഫ് ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിൻ ക്യാൻസിലൊക്കെ പാക്ക് ചെയ്യുന്നത്. ഫ്രഷ് ക്രീം ഷുഡ് ബി സ്റ്റോർഡ് അറ്റ്. ഫ്രഷ് ക്രീം നമ്മൾ 4 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. സ്റ്റോറിങ് ക്രീം അറ്റ് ഹൈ ടെമ്പറേച്ചർ ലീഡ്സ് ടു. നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഈ ക്രീം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കേർഡ്ലിംഗ് സംഭവിക്കും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഒരിക്കലും എന്തായാലും ബെറ്റർ ടെക്സ്ചർ കിട്ടില്ല അല്ലെ. ക്രീം ഒരിക്കലും നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബെറ്റർ ടെക്സ്ചർ കിട്ടില്ല, പാസ്ചറൈസേഷൻ വരില്ല, പിന്നെ ക്രിസ്റ്റൽ ഫോർമേഷൻ അല്ല, കേർഡ്ലിംഗ് ആണ് വരുന്നത് കേട്ടോ. സ്റ്റോറിങ് ക്രീം അറ്റ് ഹൈ ടെമ്പറേച്ചർ ലീഡ്സ് ടു കേർഡ്ലിംഗ്. ഡിഫക്ട്സ് ഓഫ് ബട്ടർ. ബട്ടർ ക്യാൻ ഡെവലപ്പ് എ ഡിഫക്റ്റ് കോൾഡ് ഓയിലിംഗ് ഓഫ് ഡ്യൂ ടു ഓയിലിംഗ് ഓഫ്. ഓയിലിംഗ് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്രീസി ടെക്സ്ചറൊക്കെ വരാം അല്ലേ. അപ്പോൾ ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ആയിരിക്കില്ല. ഓവർ ഹീറ്റിംഗ് ആണോ, ഓവർ ഹീറ്റിംഗ് ആണ്. ഓവർ ഹീറ്റിംഗ് ഡ്യൂറിങ് മാനുഫാക്ചർ ആണ് കേട്ടോ. ഓവർ ഹീറ്റിംഗ് ആണ് ഓയിലിംഗ് ഓഫിന് കാരണമായിട്ട് വരുന്നത് അല്ലെ. ബട്ടർ ഒന്നിങ്ങനെ ഓയിലായിട്ട് മാറുന്നു, ആ ഒരു ഓയിലിൻ്റെ കണ്ടീഷനിൽ വരുന്നു, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എ ബിറ്റർ ടേസ്റ്റ് ഇൻ ബട്ടർ ഈസ് കോസ്ഡ് ബൈ. ബിറ്റർ ടേസ്റ്റ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക, ലിപ്പേസ് ആക്ടിവിറ്റി ആണ് കേട്ടോ. ലിപ്പേസ് ആക്ടിവിറ്റി കൊണ്ടാണ് ബിറ്റർ ടേസ്റ്റ് വരിക. ഹൈ സാൾട്ട് കണ്ടൻറ്റ് കൊണ്ട് ബിറ്റർ ടേസ്റ്റ് വരില്ല. എക്സ്പോഷർ ടു ലൈറ്റ് വന്ന ഓക്സിഡേഷനെ നടക്കുള്ളൂ. ഓവർ ചേണിങ് വന്നാൽ നമ്മൾ എന്താ പറഞ്ഞത്, ലീക്കി ബോഡിയാണെന്ന് പറഞ്ഞു. ബിറ്റർ ടേസ്റ്റ് അപ്പോൾ ഏതായിരിക്കും, ലിപ്പേസ് ആക്ടിവിറ്റി ആയിരിക്കും കേട്ടോ. FSSAI സ്റ്റാൻഡേർഡ്സ് ഫോർ ക്രീം. അക്കോർഡിംഗ് ടു FSSAI ദ മിനിമം ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ വിപ്പിംഗ് ക്രീം ഷുഡ് ബി. വിപ്പിംഗ് ക്രീമിനകത്ത് മിനിമം വേണ്ട ഫാറ്റ് പെർസെൻറ്റേജ് 35% ആണ്. ഓക്കെ, ഇതൊന്നും നമ്മൾ അത്ര ഡെപ്തിൽ നോക്കിയിട്ടില്ല, പക്ഷെ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം, കണ്ടതുകൊണ്ട് എടുത്തതാണ്. അപ്പം മിനിമം ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ വിപ്പിംഗ് ക്രീം ഷുഡ് ബി 35%. ഓക്കെ, വിപ്പിംഗ് ക്രീം നമ്മൾ എന്തിനാണ്, വിപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ക്രീമാണ് വിപ്പിംഗ് ക്രീം. ഓക്കെ, അതിനകത്ത് എത്രയാണ് ഫാറ്റ് പെർസെൻറ്റേജ് വരേണ്ടത്, 35%. ഓക്കെ, ദ മാക്സിമം അലോയിഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ക്രീം. ക്രീമിനകത്ത് എത്രത്തോളം മോയ്സ്ചർ കണ്ടൻറ്റ് അലോ ചെയ്തിട്ടുണ്ട്, 60% എന്താണ് മോയ്സ്ചർ കണ്ടൻ്റ് ആണ് ക്രീമിനകത്ത്. എത്രയാണ്, 60%. അപ്പോൾ 35% ആണ് വിപ്പിംഗ് ക്രീമിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ്, പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് ക്രീമിൻ്റെ കേസിൽ 60% ആണ്. ഓക്കെ, മാനുഫാക്ചർ ഓഫ് ബട്ടർ. ദ മെയിൻ പ്രോസസ് യൂസ്ഡ് ഇൻ ബട്ടർ പ്രൊഡക്ഷൻ ഈസ്. മെയിനായിട്ടുള്ള പ്രോസസ്സ് എന്താണ്, ചേണിങ് ആണ് അല്ലേ. ആ ചേണിങ്ങിൻ്റെ സമയത്ത് നമുക്കറിയാം നമ്മുടെ മിൽക്കിനകത്ത് ഫാറ്റ് ഏത് ഫോമിലാണ് ഉള്ളത്, ഓയിലിൻ വാട്ടർ ഫോമിലാണല്ലോ ഉള്ളത്. ഓയിലിൻ വാട്ടർ ഫോമിലാണ് ഏതുള്ളത്, ഫാറ്റ് ഉള്ളത്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്
എന്താണ് വാട്ടർ ഇൻ ഓയിൽ ഫോമിലോട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നുള്ളത്, ബട്ടറിൻ്റെ കേസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കൺവേർഷൻ നടക്കുന്നത് ചേണിങ് പ്രോസസ്സിലൂടെയാണ് കേട്ടോ. ചേണിങ് സെപ്പറേറ്റ്സ് മിൽക്ക് ഇൻ ടു, ചേണിങ് നമ്മുടെ മിൽക്കിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്, ബട്ടറും ബട്ടർ മിൽക്കും ആയിട്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ മോര് അല്ലേ, തൈരിൽ നിന്ന് നമ്മൾ മോരാണ് മാറ്റുന്നുള്ളത്. എന്താണ് വെണ്ണ എടുക്കുമ്പോൾ നമുക്ക് എന്താ ബാക്കി കിട്ടുന്നത്, ബട്ടർ മിൽക്ക്. സോ ബട്ടർ ആൻഡ് ബട്ടർ മിൽക്ക്. പാക്കേജിങ് ഓഫ് ബട്ടർ ഈസ് കോമൺലി പാക്കേജ്ഡ് ഇൻ, ഏതിനകത്താണ്, പ്ലാസ്റ്റിക് ഫിലിമിനകത്ത് പാക്ക് ചെയ്യാറുണ്ട്, വാക്സ് കോട്ടഡ് പേപ്പർ, പാർച്ച്മെൻറ്റ് പേപ്പർ, അലൂമിനിയം ഫോയിൽ, ഇതിലൊക്കെ നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. ദ പാക്കേജിങ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബട്ടർ മസ്റ്റ് ബി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ലൈറ്റ് സെൻസിറ്റീവ് ആയിരിക്കണം, ഓക്സിജൻ ഇംപെർമിയബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ഓക്സിജൻ ഇംപെർമിയബിൾ ആയിരിക്കും വരിക അല്ലേ. ട്രാൻസ്പെറൻറ്റ് പറയാൻ സാധ്യതയില്ല, ലൈറ്റ് സെൻസിറ്റീവ് ഒരിക്കലും പറയില്ല, പിന്നെ ഏതാ ഹീറ്റ് റെസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമില്ല പാക്കിങ്ങിൻ്റെ കേസിൽ, ഓക്സിജൻ ഇംപെർമിയബിൾ ആണ് അത്യാവശ്യമായിട്ട് വരുന്നത്. സ്റ്റോറേജ്, ഗീ ക്യാൻ ബി സ്റ്റോർഡ് ഫോർ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഡ്യൂ ടു ഇറ്റ്സ് എന്താണ് ലോ പ്രോട്ടീൻ കണ്ടൻറ്റ്, ഹൈ മോയ്സ്ചർ കണ്ടൻറ്റ്, ഹൈ ഫാറ്റ് കണ്ടൻറ്റ്, ലോ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ്. നമുക്കറിയാം അതിനകത്ത് എന്താണ് ഹൈ ആയിട്ടുള്ളത്, ഹൈ ഫാറ്റ് കണ്ടൻ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ. പ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻസ് ഫോർ ഗീ ഇൻവോൾവ് റെഫ്രിജറേഷൻ. നമ്മളൊരിക്കലും ഗീനെ റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലല്ല വെക്കാറുള്ളത്, റൂം ടെമ്പറേച്ചറിലാണ്, എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ വെക്കാറുള്ളത്. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഗീ സ്റ്റോർ ചെയ്യാറുള്ളത്. നമ്മുടെ വീടുകളിൽ തന്നെ ആലോചിച്ചാൽ മതി. ഡിഫക്ട്സ് ഓഫ് ഗീ. എ കോമൺ ഡിഫക്റ്റ് ഇൻ ഗീ ഡ്യൂ ടു ഇംപ്രോപ്പർ സ്റ്റോറേജ് ഈസ് ഫ്രീസിങ് വരില്ല, ബ്രൗണിങ് വരുന്നത് അത് ഓവറായിട്ട് ബോയിൽ ചെയ്താലോ ഓവറായിട്ട് ബേൺ ചെയ്താലേ വരുള്ളൂ. സോർനെസ് വരണമെങ്കിൽ അതൊരിക്കലും ഇംപ്രോപ്പർ സ്റ്റോറേജ് കൊണ്ടല്ല, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബട്ടറിൻ്റെയോ ക്രീമിൻ്റെയോ ഡിഫക്റ്റ് കൊണ്ടാണ്, റാൻസിഡിറ്റിയാണ് വരിക. ഗീ ക്യാൻ ഡെവലപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ഗീ ഓഫ് ഫ്ലേവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്, ഹൈ സോൾട്ട് കണ്ടൻറ്റ്, ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ലോ ഫാറ്റ് കണ്ടൻറ്റ്, മോയ്സ്ചർ അബ്സോർപ്ഷൻ. ഇതിനകത്ത് ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നടക്കുമ്പോഴാണ് അവിടെ ഓഫ് ഫ്ലേവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ദ പ്രൈമറി റീസൺ ഫോർ പാസ്ചറൈസിങ് ക്രീം ബിഫോർ ബട്ടർ പ്രൊഡക്ഷൻ ഈസ് ടു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പ്രൊഡക്ഷന് മുന്നേ ആയിട്ട് ക്രീമിനെ പാസ്ചറൈസ് ചെയ്യുന്നുള്ളത്, പാസ്ചറൈസേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്, പാത്തജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുക. സോ ഓപ്ഷൻ ബി. കൾച്ചേർഡ് ബട്ടർ ഡിഫേഴ്സ് ഫ്രം റെഗുലർ ബട്ടർ ഡ്യൂ ടു, എന്തുകൊണ്ടാണ് കൾച്ചർ ബട്ടറും റെഗുലർ ബട്ടറും തമ്മിൽ ഡിഫറൻറ്റ് വരുന്നുള്ളത്, കൾച്ചർ ബട്ടറിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ യൂസ് ചെയ്യുന്നുണ്ട്, റെഗുലർ ബട്ടറിനകത്ത് നമ്മൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗീ ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ്, എന്താണ് ഇവിടെ ആൻസർ എന്തായാലും കാണുന്നുണ്ടല്ലോ, സോഴ്സ് ആൻഡ് പ്രോസസ്സിംഗ് മെത്തേഡ്. സോഴ്സും പ്രോസസ്സിംഗ് മെത്തേഡിൻ്റെ ബേസിസിലാണ് ഗീ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. വനസ്പതി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഗീ ബിക്കോസ്, വനസ്പതി ഗീയും ഡിഫറെൻ്റ് ആണ് അല്ലേ, എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് പ്ലാന്റ് ബേസ്ഡ് ആൻഡ് ഹൈഡ്രോജനേറ്റഡ്, ഇറ്റ് ഹാസ് എ ഹയർ ഫാറ്റ് കണ്ടൻറ്റ്, ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം കൗ മിൽക്ക്, ഇറ്റ് കണ്ടെയ്ൻസ് നോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ഓപ്ഷൻ എ കറക്റ്റ് വരുന്നുണ്ടല്ലോ, പ്ലാന്റ് ബേസ്ഡുമാണ് ഹൈഡ്രോജനേറ്റഡുമാണ് വനസ്പതി. അഡൾട്രേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വനസ്പതി ഉണ്ടല്ലോ അല്ലേ. പിന്നെ കോമ്പോസിഷൻ ഓഫ് ഗീ, ദ മേജർ കോമ്പോണൻ്റ് ഓഫ് ഗീ ഏതാണ്, ഇവിടെ നോക്ക് ഫാറ്റാണ് മേജർ കോമ്പോണൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ആ സാച്ചുറേറ്റഡ് ഫാറ്റിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്, പാൽമൈറ്റിക് ആസിഡാണ്. അൺസാച്ചുറേറ്റഡിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഒലീക് ആസിഡാണ്. ഓക്കെ, സോ മേജർ കോമ്പോണൻ്റ് ഏതാണ്, സാച്ചുറേറ്റഡ് ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റിനകത്ത് ഏതാണ് അധികം വരുന്നത്, പാൽമൈറ്റിക്. ഓക്കെ, അൺസാച്ചുറേറ്റഡ് ഫാറ്റിനകത്ത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീക്ക്. വിച്ച് വിറ്റാമിൻ ഈസ് പ്രസൻറ്റ് ഇൻ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്സ് ഇൻ ഗീ, ഏതായിരിക്കും, വൈറ്റമിൻ സി, ഡി, എ, B12. വൈറ്റമിൻ സി ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി വൈറ്റമിൻ എ ആണ്. ഓക്കെ, അതായത് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻ ആയിരിക്കും ഫാറ്റിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. ഇവിടെ എന്താണ് വൈറ്റമിൻ സി വരാനുള്ള സാധ്യതയില്ല. പിന്നെ വൈറ്റമിൻ ഡി അല്ല, പിന്നെ വൈറ്റമിൻ B12 വരണമെങ്കിൽ അവിടെ എന്താണ് ഫെർമെൻറ്റേഷനൊക്കെ നടന്നതിനകത്താണ് വൈറ്റമിൻ B12 ഒക്കെ അധികമായിട്ട് വരാറുള്ളത്. വൈറ്റമിൻ എ ആണ് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഗീനകത്ത് പ്രസൻറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഡിഫക്ട്സ്, എ കോമൺ ഡിഫക്റ്റ് ഇൻ ക്രീം ഡ്യൂ ടു പുവർ ഹാൻഡ്ലിംഗ് ഈസ്, ഇത് നമ്മൾ പറഞ്ഞു എടുത്തല്ലേ, ഇവിടെ ഇത് വ്യത്യാസമുണ്ട്. എ കോമൺ ഡിഫക്റ്റ് ഇൻ ക്രീം ഡ്യൂ ടു പുവർ ഹാൻഡ്ലിംഗ് ഈസ്, എന്താണ് പുവർ ഹാൻഡ്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ പുവർ സ്റ്റോറേജ് ആയിരുന്നു. പുവർ സ്റ്റോറേജ് വരുമ്പോഴാണ് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി വരുന്നുള്ളത്. അസിഡിക് ടേസ്റ്റ് എപ്പോഴാണ് വരുന്നത്, പുവർ ഹാൻഡ്ലിങ്ങിൻ്റെ കേസിലാണ് ആസിഡിക് ടേസ്റ്റ് വരുന്നുള്ളത്. ഓക്കെ, ആസിഡിക് ടേസ്റ്റ് വരുന്നുള്ളത് പുവർ ഹാൻഡ്ലിങ്ങിൻ്റെ കേസിലാണ്.
ക്രീം ദാറ്റ് ഈസ് സ്റ്റോർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ക്യാൻ ഡെവലപ്പ്. അതായത് ടു ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ക്രീമിനെ സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല, ലോ ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അങ്ങനെ ടു ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്താൽ ഗ്രാനുലാർ ടെക്സ്ചറാണ് ഉണ്ടാവുക കേട്ടോ. ഗ്രാനുലാർ ടെക്സ്ചറാണ് ഉണ്ടാവുക ക്രീമിൻ്റെ കേസിൽ, ഗ്രാനുലാർ ടെക്സ്ചർ. നെക്സ്റ്റ്, ദ മാക്സിമം പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ബട്ടർ 16% ആണ്. 16% ആണ്. ദ സാൾട്ട് കണ്ടന്റ് ഇൻ സാൾട്ടഡ് ബട്ടർ മസ്റ്റ് നോട്ട് എക്സീഡ് 3%-ൽ കൂടാൻ പാടില്ല. മസ്റ്റ് നോട്ട് എക്സീഡ് നമ്മൾ പഠിച്ചത് 3% ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, മാക്സിമം 3%-ൽ കൂടാൻ പാടില്ല എന്നാണ് കേട്ടോ. ഇവിടെ സി ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന FSSAI സ്റ്റാൻഡേർഡ് ആണ്, അതാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാക്സിമം 3%-ൽ കൂടാൻ പാടില്ല. മാക്സിമം 3% ആണ്. ഓക്കെ, മാക്സിമം 3% ആണ് ഏതിൻ്റെ കേസിൽ? FSSAI സ്റ്റാൻഡേർഡ്സ് പ്രകാരം. ഓക്കെ, നെക്സ്റ്റ്, ഷെൽഫ് ലൈഫ്. ഗീ ഹാസ് എ ലോങ്ങർ ഷെൽഫ് ലൈഫ് കമ്പയർഡ് ടു ബട്ടർ ബിക്കോസ് ഇറ്റ് കമ്പയർഡ് ടു ബട്ടർ ഗീ ഹാസ് എന്താണ്? ലോങ് ഷെൽഫ് ലൈഫ് ആണ്. എന്തുകൊണ്ടാണ്? 0.5% ആണ് ഇതിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് വരുന്നുള്ളത്. ബട്ടറിൻ്റെ കേസിലാണെങ്കിലോ 16% ഒക്കെ മോയ്സ്ചർ കണ്ടൻറ്റ് വരുന്നുണ്ട്. ദ ഷെൽഫ് ലൈഫ് ഓഫ് ക്രീം ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ. ഷെൽഫ് ലൈഫ് ഓഫ് ക്രീം നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? സ്റ്റോറിങ് അറ്റ് -20°C, addition of stabilizers, pasteurization and refrigeration, packaging in non-reactive containers. ഇവിടെ പാസ്ചറൈസേഷനും റെഫ്രിജറേഷനുമാണ്. പാസ്ചറൈസ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അവിടെ പാത്തജനിക് ആയിട്ടുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും നമ്മൾ കില്ല് ചെയ്യാണ്. എന്നിട്ട് റെഫ്രിജറേറ്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ നമുക്ക് ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാം. നെക്സ്റ്റ്, മാനുഫാക്ചറിങ് സ്റ്റെപ്സ് ഓഫ് മലായി. മലായി ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എപ്പോഴാണ്? ബോയിലിംഗ്, സെൻട്രിഫ്യൂഗേഷൻ, ഫെർമെൻറ്റേഷൻ, സ്കിമ്മിങ്. ഇതിനകത്ത് എപ്പോഴാണ് നമ്മൾ മലായി ഉണ്ടാകുന്നുള്ളത്? നമ്മൾ പറഞ്ഞു ബോയിൽ ചെയ്യുമ്പോൾ നമ്മുടെ മേലെ അല്ല ഇങ്ങനെ പാലിൻ്റെ ഒരു പാട വരില്ലേ, അത് തന്നെയാണ് ഈ മലായി അല്ലേ. എന്നിട്ട് ആ പാലൊന്ന് തണുക്കുമ്പോൾ നമ്മൾ എന്താണ് ഇത് മാറ്റി വെക്കും, വീണ്ടും ബോയിൽ ചെയ്യും. അങ്ങനെയാണ് ഈ മലായിനെ നമ്മൾ എടുക്കുന്നത്. അതിപ്പോൾ ബോയിലിംഗ് ആണ് കറക്റ്റ്. ദ ഫാറ്റ് കണ്ടൻറ്റ് ഇൻ മലായി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഫാറ്റ് കണ്ടൻറ്റ് എങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻക്രീസിങ് ബോയിലിംഗ് ടൈം. ബോയിലിംഗ് ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാറ്റ് കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഷുഗർ ആഡ് ചെയ്താലും പറ്റില്ല. റിഡ്യൂസിങ് മിൽക്ക് വോളിയം. മിൽക്ക് വോളിയം റിഡ്യൂസ് ചെയ്താൽ നമുക്ക് ഫാറ്റ് കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ആഡിങ് ക്രീം വരില്ല. ഇവിടെ ഓപ്ഷൻ സി ആണ്, റിഡ്യൂസിങ് മിൽക്ക് വോളിയം ആണ് കേട്ടോ. റാൻസിഡിറ്റി ഇൻ ഡയറി പ്രൊഡക്ട്സ്. ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ഇൻ ബട്ടർ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ. എങ്ങനെയാണ് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്? ആഡിങ് സാൾട്ട്, യൂസിങ് എയർ ടൈറ്റ് പാക്കേജിങ്, ഹീറ്റിംഗ് ബിഫോർ യൂസ്, ആഡിങ് ഷുഗർ. അപ്പോൾ ഏതാണ് കറക്റ്റ് വരിക? എയർ ടൈറ്റ് പാക്കേജിങ് ആണ് അല്ലേ, എയർ ടൈറ്റ് പാക്കേജിങ്. ഗീ സ്റ്റോർഡ് ഇൻ നോൺ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് മേ ഡെവലപ്പ്. ഗീ നമ്മൾ നോൺ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞതിലുള്ളൂ എന്താണ്? ബട്ടറിൻ്റെ കേസ് സെയിം തന്നെയാണ് ഗീൻ്റെ കേസും അല്ലേ. എന്താണ്? ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി ഡെവലപ്പ് ചെയ്യും. നെക്സ്റ്റ്, പാക്കേജിങ്. ദ പാക്കേജിങ് മെറ്റീരിയൽ ഫോർ ക്രീം മസ്റ്റ് എൻഷുർ. ക്രീമിന് പാക്കേജ് ചെയ്യുന്ന മെറ്റീരിയലിനകത്ത് എന്ത് നമ്മൾ എൻഷുർ ചെയ്യണം? ലോ കോസ്റ്റ്, മോയ്സ്ചർ റിട്ടൻഷൻ, ഫാറ്റ് സെപ്പറേഷൻ, ഓക്സിജൻ ഇംപെർമിയബിലിറ്റി. എന്താണ് ഓക്സിജൻ ഇംപെർമിയബിലിറ്റി? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ബട്ടർ ഈസ് ഓഫൺ റാപ്ഡ് ഇൻ അലൂമിനിയം ഫോയിൽ ബിക്കോസ് ഇറ്റ്. നമ്മൾ അലൂമിനിയം ഫോയിലിനകത്ത് അത് എന്താണ് റാപ്പ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ഈ അലൂമിനിയം ഫോയിൽ എൻഹാൻസസ് ഫ്ലേവർ, അത് തെറ്റാണ്. പ്രിവെൻറ്റ്സ് ഓക്സിഡേഷൻ ആൻഡ് ലൈറ്റ് എക്സ്പോഷർ, അത് പിന്നെയും കറക്റ്റാണ്. റെഡ്യൂസസ് മോയ്സ്ചർ ലോസ്, അതും നോക്കാം. കീപ്സ് ദ ബട്ടർ സോഫ്റ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. നെക്സ്റ്റ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഗീ ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ഇൻ. ഗീ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? റെഫ്രിജറേറ്റഡ് ട്രക്സ്. ഗീ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാറില്ല. എയർ ടൈറ്റ് ടെമ്പറേച്ചർ കൺട്രോൾഡ് കണ്ടെയ്നേഴ്സ്. ഓപ്പൺ ക്യാൻസ്. ഓപ്പൺ ക്യാൻസിൽ ഒരിക്കലും ചെയ്യില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചസിലും ചെയ്യില്ല. ഓപ്ഷൻ ബി ആണ്. ബട്ടർ ഈസ് സെൻസിറ്റീവ് ടു. ബട്ടർ എന്തിനാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്? എയർ, ലൈറ്റ് ആൻഡ് ഹീറ്റ്, ലോ ടെമ്പറേച്ചേഴ്സ്, ഷുഗർ കണ്ടൻറ്റ്. ലൈറ്റും ഹീറ്റും ആണ്. ഓക്കെ, ലൈറ്റും ഹീറ്റുമാണ്. ദ പ്രൈമറി യൂസ് ഓഫ് ഗീ ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി ഈസ്. നമ്മൾ ഗീ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലേവർ എൻഹാൻസർ ആയിട്ട്, ഫ്രൈയിങ് മീഡിയം ആയിട്ട്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്, ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് ആണ്. മലായി ഈസ് കോമൺലി യൂസ്ഡ് ഫോർ. മലായി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്? മേക്കിംഗ് പനീർ, പ്രിപ്പയറിങ് ഡെസേർട്ട്സ്, ക്രീമിങ് കറീസ്, ഓൾ ഓഫ് ദി അബോവ്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും കേട്ടോ മലായി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്നാൽ മാത്രമേ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടാവുള്ളൂ. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൂടി കൊടുക്കണം കേട്ടോ.
ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ബിസി ആകുമ്പോൾ ചിലപ്പോൾ അത് നോക്കിയെന്ന് വരില്ല. ഓക്കെ, എന്തായാലും ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, സോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.